ഇതാ അടുത്ത പൂക്കി വിസ്മയം. ബെവ്കോ 282 കോടിയുടെ നഷ്ടത്തിലേക്ക്. പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആയിരിക്കണം. പൂ അറിയരുത്, പൂ പോലും അറിയാതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. വണ്ട് പൂവ് പോലും അറിയാതെ നൈസായി തേൻ ഉറ്റിക്കൊണ്ടുപോകുന്നത് പോലെ സംസ്ഥാനത്തെ കൊടിയന്മാർ പോലും അറിയാതെ ആയിരക്കണക്കിന് കോടികൾ ഊറ്റിക്കൊണ്ടുപോയി പൂച്ചപറ്റ് കിടക്കുന്ന ഖജനാവ് നിറയ്ക്കുകയും എന്നാൽ ബെവ്കോയെ നഷ്ടത്തിലാക്കുകയും ചെയ്യുന്ന, ആ നഷ്ടം നികത്തുവാൻ വീണ്ടും മദ്യത്തിന്റെ വില കൂട്ടുകയും ചെയ്യുന്ന ആ പൂക്കി വിസ്മയത്തിലേക്കാണെന്ന് i2a ന്യൂസ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ആദ്യം ചില പൊരുത്തപ്പെടാത്ത കണക്കുകൾ മനസ്സിലാക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ബെവ്കോ എന്ന ബിവറേജസ് കോർപ്പറേഷൻ. ബെവ്കോയുടെ വാർഷിക വിറ്റുവരവ് ഏകദേശം 19,000 കോടിക്ക് മുകളിൽ വരും. 200% നികുതികളും കൂട്ടിച്ചേർത്താണ് മദ്യവില എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം ബെവ്കോയുടെ ലാഭം 124.10 കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ബജറ്റിലെ ചില പൂക്കിപ്പൊടികകൾ കൊണ്ട് ബെവ്കോയുടെ ഈ വർഷത്തെ നഷ്ടം 282 കോടിയിൽ പരമാകും എന്ന് ബെവ്കോ MD യോഗേഷ് ഗുപ്ത സർക്കാരിന് കത്ത് നൽകി കഴിഞ്ഞു. ആ നഷ്ടം നികത്തണമെങ്കിൽ അടിയന്തരമായി മദ്യത്തിന്റെ വില കൂട്ടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ നഷ്ടം നികത്തുവാൻ വില കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഈ ഓണക്കാലം തന്നെയാണ്. ഇന്ത്യയിൽ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം. MRPയുടെ 52.50% നികുതി. വിദേശ നിർമ്മിത മദ്യങ്ങൾക്ക് ഇതിലും കൂടും. 19,000 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവ് ഉണ്ടാകുമ്പോൾ നികുതി ഇനത്തിൽ മാത്രം സർക്കാരിന് 9,975 കോടി രൂപ ലഭിക്കുന്നു. ഏതാണ്ട് 10,000 കോടി രൂപ നികുതി ഇനത്തിൽ മാത്രം മദ്യക്കച്ചവടത്തിൽ നിന്നും നമ്മുടെ സർക്കാരിന് ലഭിക്കുന്നു എന്ന് ചുരുക്കം. ഇതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഫിനാൻസ് വകുപ്പിന്റെ ചുമതലയുള്ള പൂക്കി വേറൊരു പണിയും കൂടി ചെയ്തു. ഗാലനേജ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചു. വെയർഹൌസുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്കും മറ്റും മദ്യം മാറ്റുമ്പോൾ സർക്കാരിലേക്ക് നൽകേണ്ടി വരുന്ന ഫീസിനെയാണ് ഗാലനേജ് ഫീസ് എന്ന് വിളിക്കുന്നത്. ഗാലനേജ് ഫീസ് മുൻപ് 1 ലിറ്റർ മദ്യത്തിന് 5 പൈസ എന്ന നിരക്കിലായിരുന്നു ഈടാക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ബഡ്ജറ്റ് മുതൽ അത് ലിറ്ററിന് 5 പൈസയുടെ സ്ഥാനത്ത് ഒറ്റയടിക്ക് 10 രൂപ എന്ന നിരക്കിലാക്കി. അതോടെ മുമ്പ് സാമ്പത്തിക ലാഭത്തിലായിരുന്ന ബെവ്കോയ്ക്ക് ഈ ഫീസ് വർധനവോടെ പ്രതിവർഷം ഏകദേശം 300 കോടി രൂപയുടെ അധികം ബാധ്യതയാണ് ഉണ്ടാകാൻ പോകുന്നത്. കോർപ്പറേഷന് എന്തിനാണ് ഈ അധിക ലാഭം? കാശ് ആവശ്യമുള്ളത് സർക്കാരിനല്ലേ? തെണ്ടാനിനി ഒരു പോക്കടവുമില്ലാത്ത സർക്കാർ അങ്ങനെ നിൽക്കുമ്പോൾ ബെവ്കോ അങ്ങനെ അക്കൗണ്ടിൽ കോടികളുടെ ബാലൻസുമായി നിൽക്കുന്നത് ശരിയാണോ? നിങ്ങൾ പറ. പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മുൻവർഷം 124.10 കോടി രൂപ ലാഭത്തിലായിരുന്ന ബെവ്കോ ഗാലനേജ് ഫീസ് വന്നതോടെ 289.95 കോടി രൂപയുടെ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. മാത്രമല്ല, ഓണത്തിന് പിടിച്ചു നിൽക്കുവാൻ ഗാലനേജ് ഫീസ് ഇനത്തിൽ മാത്രം 500 കോടിയോളം രൂപയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നത് അടിയന്തരമായി അടയ്ക്കണമെന്ന് ധനവകുപ്പ് ആവശ്യപ്പെട്ടതും ബെവ്കോയെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പൂക്കി തന്നെ ഉണ്ടാക്കിയ ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ അടിയന്തരമായി മദ്യവില കൂട്ടണം എന്നാണ് ബെവ്കോ മാനേജിംഗ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ചൂണ്ടിക്കാണിക്കുന്നത്. വിസ്മയങ്ങൾ ഇനിയും വേണമെങ്കിൽ പറയണം കേട്ടോ. വിസ്മയങ്ങൾ കൊലയോടെ ഞങ്ങൾ എടുത്തു വച്ചിരിക്കുകയാണ്. 19,000 കോടിയിൽ പരം വാർഷിക വരുമാനമുണ്ടായിട്ടും ബെവ്കോ കനത്ത സാമ്പത്തിക നഷ്ടം രേഖപ്പെടുത്തുന്നതിന് പ്രധാന കാരണം മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനത്തിന്റെ സിംഹഭാഗവും നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് തന്നെ നേരിട്ട് പോകുന്നത് കൊണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഭീമമായ നികുതി പോയി കഴിഞ്ഞാൽ പ്രവർത്തന ചെലവുകൾക്കുള്ള തുക മാത്രമാണ് ബെവ്കോയുടെ കയ്യിൽ അവശേഷിക്കുന്നത് പോലും. അതുകൊണ്ട് വേണം ജീവനക്കാരുടെ ശമ്പളം, വെയർഹൌസ് ചാർജുകൾ, മറ്റ് ഭരണപരമായ ചെലവുകളൊക്കെ ബെവ്കോയ്ക്ക് നിർവഹിക്കേണ്ടി വരുന്നത്. ഭീമമായ നികുതി ഈടാക്കി കോർപ്പറേഷനെ നഷ്ടത്തിലാക്കി കാണിക്കുമ്പോഴും ജീവനക്കാർക്ക് ഉയർന്ന ഓണം ബോണസ് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. സാധാരണ ഒരു സ്ഥിരം ജീവനക്കാരന് ബെവ്കോ 1,05,000 മുകളിൽ ഓണം ബോണസായി മാത്രം നൽകുന്നു. ഇന്ന് സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതൽ സമയം പണിയെടുക്കേണ്ടി വരുന്നതും ഏറ്റവും കുറവ് അവധി ദിവസങ്ങളുള്ളതും ബെവ്കോ ജീവനക്കാർക്കാണ്. സർക്കാരിന് മദ്യക്കച്ചവടത്തിലൂടെ ആയിരക്കണക്കിന് കോടികൾ നികുതി ഇനത്തിൽ ലഭിക്കുമ്പോൾ ബെവ്കോയുടെ MD മുതൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് വരെ പ്രതിമാസം ലക്ഷങ്ങൾ കിമ്പളമായി കിട്ടാനുള്ള നിരവധി വകുപ്പുകൾ ഉള്ളതുകൊണ്ട് ജീവനക്കാർക്കും യാതൊരു പരാതിയുമില്ല, പരിഭവവുമില്ല. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സംസ്ഥാന വ്യാപകമായി നടത്തിയ വിവിധ റെയ്ഡുകളിലൂടെയും ഓപ്പറേഷൻ മൂൺലൈറ്റിലൂടെയും
ഉപഭോക്തൃ പരാതികളിലൂടെയും ഇവർ നടത്തുന്ന നിരവധി തട്ടിപ്പുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമാണ് ബ്രാൻഡ് പ്രൊമോഷൻ കൈക്കൂലി. ചില സ്വകാര്യ മദ്യ കമ്പനികളുടെ ബ്രാൻഡുകൾ കൂടുതൽ വാങ്ങുവാൻ ബെപ്കോ ജീവനക്കാർ ഉപഭോക്താക്കളെ നിർബന്ധിക്കുന്നു. ഇതിനായി കമ്പനി ഏജന്റുമാരിൽ നിന്നും വൻതുക കൈക്കൂലിയായി ഇവർ വാങ്ങുന്നു. ആ ബ്രാൻഡുകളുടെ ബിയർ മാത്രം കൃത്യമായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നൽകുകയും മറ്റുള്ളവ റാക്കുകളിൽ പോലും വെക്കാതെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. മറ്റൊരു തട്ടിപ്പാണ് അമിതവില ഈടാക്കൽ. മദ്യക്കുപ്പികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരമാവധി വിലയേക്കാൾ കൂടുതൽ തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നു. ഇതേ തുടർന്ന് അടുത്തിടെ കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള ഔട്ട്ലെറ്റുകളിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ബെപ്കോയിൽ പോകുന്ന എത്ര പേർ വിലയെക്കുറിച്ച് ബോധവാന്മാരാണ്? മറ്റൊരു തട്ടിപ്പാണ് ബില്ലിംഗ് തട്ടിപ്പുകൾ. കൃത്യമായി ബില്ലുകൾ നൽകാതിരിക്കുക, കൗണ്ടറിലെ പണവും കമ്പ്യൂട്ടറിലെ സ്റ്റോക്കും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ വരുത്തുക എന്നിവയും സാധാരണമാണ്. അടുത്ത മറ്റൊരു തട്ടിപ്പാണ് വ്യാജ ഡെഡ് സ്റ്റോക്ക്, കാലാവധി കഴിഞ്ഞ മദ്യം തട്ടിപ്പ്. വിൽക്കാവുന്ന നല്ല മദ്യങ്ങൾ പോലും പൊട്ടിയത് എന്നോ കാലാവധി കഴിഞ്ഞതോ എന്നോ കാണിച്ച് മാറ്റിവെക്കുകയും പിന്നീട് ഇവ സമീപത്തെ ബാറുകൾക്കോ മറ്റു സ്വകാര്യ വ്യക്തികൾക്കോ ബ്ലാക്ക് കച്ചവടക്കാർക്കോ നിയമവിരുദ്ധമായി മറിച്ചു വിൽക്കുകയും ചെയ്യുന്നു. കോടികളുടെ ഇടപാടുകളാണ് ഇപ്രകാരം സംസ്ഥാനത്ത് നടക്കുന്നത്. ചലാൻ കൃത്രിമത്വവും തുക തട്ടിയെടുക്കലും. പ്രതിദിന കളക്ഷൻ തുക ബാങ്കിലടയ്ക്കാതെ വ്യാജ ചെല്ലാനുകൾ നിർമ്മിച്ച് ജീവനക്കാർ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യാജ നിയമന തട്ടിപ്പുകൾ. ബെപ്കോയിൽ വിവിധ തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥിയിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കുന്ന മാഫിയയും സംസ്ഥാനത്ത് സജീവമാണ്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ബെപ്കോ സർക്കാരിനും ജീവനക്കാർക്കും എന്തിന് രണ്ടെണ്ണം അടിക്കുന്ന കുടിയന്മാർക്ക് പോലും വളരെ പിമ്പിരി നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. i2i ന്യൂസ് ഇന്ന് ഇപ്രകാരം ഒരു വാർത്ത ചെയ്യുവാൻ കാരണം UDF അധികാരത്തിൽ വന്നാൽ നവീനമായ മാർഗങ്ങളിലൂടെ സാമ്പത്തിക മേഖലയെ ഞങ്ങൾ ഉത്തേജിപ്പിക്കുമെന്നും ബദൽ മാർഗങ്ങളിലൂടെ പൂച്ചപെട്ട കിടക്കുന്ന ഖജനാവിലേക്ക് പണം കൊണ്ടുവരുമെന്നും പറഞ്ഞ സർക്കാരാണ് 80 ദിവസത്തിനുള്ളിൽ 20,000 കോടിയിലധികം കടമെടുക്കുകയും അതൊന്നും പോരാഞ്ഞ് ഇപ്പോൾ മദ്യത്തിന്റെ ഗാലനേജ് ഫീസ് വരെ കൂട്ടി വീണ്ടും പാവങ്ങളെ പിഴിയുന്നത്. ഓർക്കുക, ഒരു ജനാധിപത്യ സർക്കാർ പിടിച്ചു നിൽക്കുന്നത് 19,000 കോടി രൂപയുടെ മദ്യവും വിറ്റ്, അതുപോലെ സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ വരുമാനം എന്ന് പറയുന്നത് പ്രതിവർഷം 12,000 കോടി രൂപയാണ്. സംസ്ഥാനത്തിന്റെ നികുതിയേതര വരുമാനത്തിന്റെ ഏകദേശം 70 മുതൽ 80% വരെ സംഭാവന ചെയ്യുന്നത് ഈ ലോട്ടറി വകുപ്പാണ് എന്ന് നാം മനസ്സിലാക്കണം. മദ്യപിക്കുന്നവർ എത്ര വില കൂടിയാലും മദ്യപിക്കും. ലോട്ടറി വാങ്ങുന്നവർ എത്ര വില കൂട്ടിയാലും അവർ അത് വാങ്ങും. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പാവങ്ങൾ മദ്യം വാങ്ങി കഴിക്കുന്നതിലൂടെയും ലോട്ടറി വാങ്ങി നശിക്കുന്നതും മൂലവുമാണ് നമ്മളെ ഭരിക്കുന്നവന്മാർ എന്ന് ഞെളിഞ്ഞു നടക്കുന്നതും ഈ സർക്കാർ സംവിധാനങ്ങൾ ചലിക്കുന്നതുമെന്ന് നാം മനസ്സിലാക്കണം. കള്ള് കച്ചവടം നടത്തിയും ലോട്ടറി കച്ചവടം നടത്തിയും സർക്കാരിനെ നയിക്കുവാൻ ഈ മോന്മാരുടെ ആവശ്യം നമുക്കുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് എന്ത് തള്ളാണ് വന്നിരുന്ന് തള്ളുന്നത്? മദ്യവും മയക്കുമരുന്നും മണി ചെയിൻ തട്ടിപ്പും ഒക്കെ അവസാനം ഇവന്മാരുടെ തലയിൽ നിന്നും വരികയുള്ളൂ. വേറെ എല്ലാ മേഖലകളും മുടിവാണ്. ഇനി ഇവന്മാർ MDMA കച്ചവടം നിയമവിധേയമാക്കുകയും സംസ്ഥാനത്തുടനീളം വ്യഭിചാരശാലകൾക്ക് ലൈസൻസ് നൽകുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല. നികുതി പിരിക്കുന്നത് പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആയിരിക്കണം. പൂ അറിയരുത്, പൂ പോലും അറിയാതെ, ജനങ്ങളെ ദ്രോഹിക്കാതെ, ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. പൂവിൽ നിന്നും വണ്ട് തേൻ ഊറ്റിയെടുക്കുന്നത് പോലെ പൂക്കി ഊറ്റിയെടുക്കും. എന്ത് പറഞ്ഞാൽ കൂടി പോവും. അതുകൊണ്ട് കമന്റ് ഇട്ടാട്ടെ. അതുപോലെ ഒരു റിക്വസ്റ്റോടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ കുടിയന്മാരും ഇത്തവണ ആത്മാർത്ഥമായി ബെപ്കോയിൽ നിന്നും സാധനം മേടിച്ച് അടിക്കുക. കാരണം അറിയാമല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.